ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമും ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരൻ നിതീഷ് മാറാനാഥ മീഡിയ വിഷനിലൂടെ ലോകമെമ്പാടും ഈ പ്രോഗ്രാം ഇപ്പോൾ പലരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വളരെ മനോഹരമായ നല്ല ഒരു ചെറിയ പ്രഭാഷണം കേൾക്കുവാൻ സമയം വേർതിരിക്കുകയാണ്. നമ്മുടെ നടുവിലുള്ള അബിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അബിയയെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടത് ആവശ്യമാണ്. അബിയ വെള്ളൂർ സ്വദേശിയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ദേവദാസൻ്റെ കൊച്ചുമകളാണ്. അബിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കേരളം ഒട്ടാകെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് കേരളം ഒട്ടാകെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അബിയ ഒരു കത്തെഴുതി മുഖ്യമന്ത്രിക്ക്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് നടത്തുന്നതായ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ എനിക്കും ഒരു പങ്കാളിയായി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കത്തെഴുതി. ആ കത്ത് തിരുവനന്തപുരത്തെത്തി. ഒട്ടും താമസിച്ചില്ല കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് മെസ്സേജ് വന്നു, ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് അന്വേഷിച്ചു, വെള്ളൂരാണെന്ന് കണ്ടുപിടിച്ചു. വീട്ടിൽ പോലീസുകാർ ചെന്നു. പ്രിയ അബിയ പഠിക്കുന്ന സ്കൂളിൽ ജനമൈത്രി പോലീസ് ചെല്ലുകയും പിന്നീട് തുടർന്നുള്ളതായ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജനമൈത്രി പോലീസിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ അബിയ ലഹരിക്കെതിരെ പ്രഭാഷണം നടത്തി വരികയാണ്. ഇന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഉഴവൂരിൽ ഇപ്പോൾ അബിയ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ അബിയ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും ഈ മീറ്റിംഗിന്റെ സംഘാടകർക്കും ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. മലയാളികൾക്ക് അഭിമാനമായി സ്വതന്ത്ര ഭാരതത്തിന് ഒരു രാഷ്ട്രപതിയെ സമ്മാനിച്ച ഈ ഉഴവൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 78ാം അനുസ്മരണ ദിനത്തിൽ ഒരു സന്ദേശമറിയിക്കുവാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന ഇന്ത്യൻ ജനതയെ മോചിപ്പിക്കുവാൻ നിരായുധ രക്തരഹിത വിപ്ലവം എന്ന ആശയം ഉൾക്കൊണ്ട് സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെ ഗാന്ധിജി നടത്തിയ പോരാട്ടം വിജയം കണ്ടു. മഹാത്മാഗാന്ധി, നേതാജി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു എന്നീ ദേശസ്നേഹികളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ വിജയമായിരുന്നു സ്വാതന്ത്ര്യലബ്ധി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇത് പറയുമ്പോൾ അടിമത്തം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. നാം പിന്നിട്ട സംവത്സരങ്ങളൊന്ന് പുറകോട്ട് യാത്ര ചെയ്താൽ അടിമത്തം അനുഭവിച്ച മാനവ ചരിത്രം ചികഞ്ഞെടുക്കുവാൻ കഴിയും. അടിമയും ഉടമയും ഉച്ചനീചത്വവും നിലനിന്നിരുന്ന നാൾവഴികൾ. ഇരുകാലി മൃഗങ്ങൾ എന്ന വണ്ണം പകലന്തിയോളം പാടത്ത് പണിയെടുത്ത് ഉടയവൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടതിനായി ചാട്ടവാർ അടിയേറ്റ നരകുലത്തിൻ്റെ നരകയാതനകളുടെ ഇന്നലകൾ. പട്ടിയും പൂച്ചയും നടക്കുന്ന നാട്ടാം പെരുവഴികളിലൂടെ സ്വൈര്യമായി വിഹരിക്കുവാൻ കഴിയാതെ മേലാളന്മാരെ ഭയന്ന് ഹോയ് വിളിച്ച് വഴിമാറി കടന്നുപോയ അധിഷ്ഠിതന്റെ ഗതികെട്ട പൂർവ്വകാലം. തീണ്ടലും തൊടിയിലും ഇങ്ങനെ ഐത്താചാരങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടം. കൃഷിയിടം കിളച്ചും വയലുഴുതും കഠിനാധ്വാനം ചെയ്ത ശേഷം വിശപ്പോടെ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോൾ മുതലാളിയുടെ വീടിന്റെ പുറകിലെ മുറ്റത്തൊരു കുഴിയുണ്ടാക്കി അതിൽ വാഴയില വെച്ച് കഞ്ഞി കോരി കുടിക്കേണ്ടി വന്ന നികൃഷ്ടമായ സമീപന രീതി അടിച്ചമർത്തപ്പെട്ടവർ അനുഭവിച്ച കാലഘട്ടം. പാടവരമ്പത്ത് പഴന്തുണിയിൽ പൊതിഞ്ഞ് പിഞ്ചു കുഞ്ഞിനെ കിടത്തിയ ശേഷം അടിമ സ്ത്രീ വയലിൽ പണിക്കിറങ്ങുന്നു. മണിക്കൂറുകൾക്ക് ശേഷം തൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞ നൽകുവാൻ മുതലാളിയുടെ കണ്ണ് വെട്ടിച്ചു വരുന്ന അടിമ സ്ത്രീ കുഞ്ഞിനെ കിടത്തിയ പഴന്തുണിയിൽ കാണുന്നത് ഉറുമ്പരിച്ച് ബാക്കി വെച്ച തൻ്റെ കുഞ്ഞിൻ്റെ ചലനമറ്റ ശരീരഭാഗമാണ്. ഈ ഹൃദയഭേദകമായ കാഴ്ച കണ്ടയുടൻ വയലിലേക്ക് ഇറങ്ങുവാൻ നിർബന്ധിതയാകുന്ന മാതൃത്വത്തിൻ്റെ വേദനകൾ ഇന്നലകളുടെ ഓർമ്മകളാണ്. എന്നാൽ ഈ ദുഷ്ടവ്യവസ്ഥിതി എങ്ങനെ തൂത്തെറിയപ്പെട്ടുവെന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരിത്ര പുസ്തകമാണ് ബൈബിൾ. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കി.
അധ്വാന ഭാരം പേറുന്ന ആളുകളെ നോക്കി അടുക്കൽ വരുവിൻ, ആശ്വാസം പകരാം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനം വിമോചനത്തിനുള്ള ഏക മാർഗമായിരുന്നു. പാപം, ശാപം, പൈശാചിക ബന്ധനങ്ങൾ എന്നിവയിൽ അടിമപ്പെട്ടവർക്ക് യേശു മോചനം നൽകി. എന്നാൽ ഇനിയും അനേകർ മറ്റു ചിലതിന് അടിമപ്പെട്ട് കിടക്കുന്നു. അത്തരം ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നേരിട്ടിരിക്കുന്ന ഒരു സാമൂഹിക വിപത്താണ് മദ്യവും മയക്കുമരുന്നും. പ്രായഭേദമില്ലാതെ പലരും ഇതിനടിമകളാണ്. ഇത് നിമിത്തം അനേകം കുടുംബങ്ങളാണ് അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്നത്. പണി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും മദ്യപിച്ച് തകർത്തിട്ട് പാതയോരങ്ങളിൽ അന്തിയുറങ്ങുന്ന പലരെയും പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയും. ജോലി കഴിഞ്ഞ് കുടിച്ചു കൂത്താടി അസഭ്യം പുലമ്പി വീട്ടിലേക്ക് വരുന്ന കുടുംബനാഥനെ ഭയന്ന് വാതിൽ പൂട്ടി ഒളിച്ചിരിക്കുന്ന ഭാര്യയെയും മക്കളെയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഉപദ്രവിച്ച ശേഷം ഉരി അരിയിട്ട് വെച്ച കഞ്ഞി കലത്തോടെ വലിച്ചെറിയുന്ന കുടിയന്മാർ, ഇവരെയൊക്കെ ഭർത്താവെന്നോ പിതാവെന്നോ വിളിക്കുവാൻ മനസ്സ് മടിക്കുന്ന കുടുംബാംഗങ്ങൾ, പിഞ്ചു ബാല്യങ്ങളെ പച്ചയ്ക്ക് പിച്ചു ചിന്ന പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പിശാചുകൾ, മാതാവിനോട് പോലും മാന്യത പുലർത്തുവാൻ കഴിയാത്ത മക്കൾ, സഹധർമ്മിണിയോട് സ്നേഹപൂർവ്വം വർത്തിക്കുവാൻ കഴിയാതെ സംഹാര ഭീഷണി മുഴക്കുന്ന സംശയരോഗികൾ, ഇതിനെല്ലാം കാരണം മദ്യവും മയക്കുമരുന്നുമാണ്. മദ്യപിച്ച് മതോന്മക്തരായി മകളെന്നോ മാതാവെന്നോ ഭേദമില്ലാതെ മലയാളി മംഗമാരുടെ മാനം കവരുന്ന മര്യാദഘട്ട പ്രവർത്തികൾ ഒരു നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഘോഷ ദിവസങ്ങളിൽ കോടികളാണ് കേരളം കുടിച്ചു തുലയ്ക്കുന്നത്. മയക്കുമരുന്നിനടിമയായ ചിലർ ചെയ്ത ഭീതിയും നടുക്കവും ഉളവാക്കുന്ന ചില സംഭവങ്ങൾ ഞാനിവിടെ പറയാം. ഒരു ജൂൺ മാസം മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: മദ്യപിച്ച് ബഹളമുണ്ടാക്കി വീട്ടിലേക്ക് വന്ന പിതാവിനെ ഭയന്ന് തോട്ടത്തിലേക്ക് ഓടിയൊളിച്ച 4 വയസ്സുകാരി പാമ്പുകടി ഏറ്റു മരിച്ചു. കുലശേഖരത്തിന് സമീപം പാലവിള സ്വദേശിയായ പറക്കമുറ്റാത്ത പാവം സുസ്മിത മോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡിസംബറിൽ മറ്റൊരു സംഭവം അരങ്ങേറി. മദ്യപിച്ച് ഭാര്യയുമായി വഴക്കുണ്ടാക്കിയ മനുഷ്യന്റെ കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ താടിയെല്ല് പൊട്ടി. അടിമാലിയിൽ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് സുഹൃത്ത് നൽകിയ മദ്യം കഴിച്ച് ഒരു യുവാവ് മരിച്ചു. ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് മദ്യവും മയക്കുമരുന്നും പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഞാൻ വായിച്ചറിഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് ഒരു നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ദയനീയവും ലജ്ജാകരവുമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പല മയക്കുമരുന്ന് മാഫിയകളും പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ പരിസരത്തുള്ള കടകളിലെ മിഠായികൾ, പുളിമിഠായികൾ, സ്റ്റിക്കർ സ്റ്റാമ്പുകൾ എന്നിവയിൽ ലഹരിയുടെ സാന്നിധ്യം കലർന്നിട്ടുള്ളതായി കണ്ടെത്തിയ കാര്യം നമ്മളിൽ പലർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് മുതിർന്നവരും അധ്യാപകരും നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കുട്ടികൾ പാലിക്കണം. ഒരിക്കൽ ലഹരി ഉപയോഗിച്ച കുട്ടി മറ്റു കുട്ടികളുമായി ഇത് പങ്കുവെക്കുന്നു. പിന്നെ അവരും ഇത് പരീക്ഷിച്ചു നോക്കുന്നു. പിന്നെ മാഫിയയുടെ വലയിൽ വീഴുന്നു. പലരും അറിവില്ലാതെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കളും പ്രചാരകരുമാകുന്നത്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരം പട്ടികയിൽപ്പെടുത്തിയ ലഹരി വസ്തുക്കൾ കൈവശം സൂക്ഷിക്കുകയോ വിപണനം നടത്തുകയോ ചെയ്യുന്നത് നിയമപ്രകാരം വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് വിവരമുള്ളവർ പറയുന്നത് അംഗീകരിക്കണം. ജ്ഞാനികളുടെ ജ്ഞാനി എന്നറിയപ്പെടുന്ന സോളമൻ രാജാവ് തൻ്റെ സദൃശ്യവാക്യങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ചോദ്യവും അതിന് താൻ തന്നെ പറയുന്ന മറുപടിയും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ? ഇതിനുത്തരവും അദ്ദേഹം തന്നെ പറയുന്നു: വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർ, മദ്യം രുചി നോക്കുവാൻ പോകുന്നവർ, വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നു നോക്കുന്നവർ, ഇവർക്കാണ് കഷ്ടം, സങ്കടം, കലഹം, ആവലാതി, അനാവശ്യമായ മുറിവുകൾ എന്നിവ ഉണ്ടാകുന്നത്. ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ ഒടുവിൽ അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നതും മാരക രോഗങ്ങൾക്ക് നമ്മെ അടിമയാക്കുന്നതും സമൂഹം നമ്മെ വെറുക്കുന്നതുമായ ഈ ലഹരിയോട് വിട പറയുവാൻ ഇതിൻ്റെ പിടിയിൽ അമർന്നവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ടും സാത്താന്റെ തടവറയിൽ നിന്ന് മാനവ സമൂഹത്തിന് സ്വാതന്ത്ര്യം നേടുവാൻ പച്ചപ്പൈൻ മരക്കുരിശിൽ പരമയാഗമായ പരസുതന്റെ പാവനമായ പാദങ്ങളെ പ്രണമിച്ചുകൊണ്ടും എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊള്ളുന്നു.